അച്ഛന്മാരെ ഓണം ആര് തൂക്കി എന്ന് പറഞ്ഞ് ഡൗട്ട് നിൽക്കുകയായിരുന്നു. ഓണം തൂക്കി, നിവിൻ പോളി തന്നെ തൂക്കി എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങിയാണ്. വേറൊന്നുമല്ല, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിയും അമിതാഭ് ബച്ചനും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മൂവിയാണ്. എന്റെ അളിയാ, കുറെ നാൾക്ക് ശേഷം ചിരിച്ച് 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 ഈ രണ്ട് സൈഡ് ഉണ്ടല്ല, ചിരിച്ച് ചിരിച്ച് രണ്ട് സൈഡും ഭയങ്കര വേദനയായിരുന്നു. അമ്മാതിരി ചിരി എക്സ്പീരിയൻസ് ആയിരുന്നു അത് പറഞ്ഞ. ചിരിയുടെ ഒപ്പം തന്നെ ചെറിയൊരു പ്രണയവും, അതിന്റെ ഒപ്പം തന്നെ ഫാമിലി ഇമോഷൻ പാക്ഡ് ഒരു ഫീൽ ഗുഡ് കിടിലം മൂവി കണ്ട ഒരു എക്സ്പീരിയൻസ്. അത് മനസ്സ് നിറഞ്ഞു കാണുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം. ഒരു സിനിമ കണ്ടിറങ്ങിയും പ്രത്യേക ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ സിനിമയോടൊക്കെ തോന്നുക എന്നൊക്കെ പറയുന്നത് റെയർ ആയിട്ട് ഇറങ്ങുന്ന സിനിമകൾക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഇമോഷൻ പാക്ക് ഈ സിനിമയോട് എനിക്ക് തോന്നി. അതുപോലത്തെ ഒരു ടൈപ്പ് ഒരു കിടിലൻ മൂവിയാണ്. ഖലീഫ എങ്ങനെയുണ്ടാവും? ഖലീഫ സത്യം പറഞ്ഞ ഒരു മാസ് ആക്ഷൻ മൂവിയായിരുന്നു. പക്ഷെ അത് ഓണം ഇറങ്ങിയതിൽ ഏറ്റവും ബെറ്റർ മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷെ അതല്ല, ഇതാ അതിനെക്കാട്ടും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ്, അതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഈ സിനിമയിലൊക്കെ തോന്നി. എന്നാ പറയാ, ഓണം തൂക്കിയത് നിവിൻ പോളി തൂക്കി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഗിരീഷ് ഷെട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഗിരീഷ് ഷെട്ടി ആദ്യമായിട്ട് മറ്റേ നമ്മുടെ ശ്രീനിവാസനും സത്യനന്ദിക്കാടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഫീൽ ഗുഡ് മൂവീസൊക്കെ കാര്യങ്ങളൊക്കെ പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നേരെ അടുത്ത ജിസ്റ്റോയി ചെയ്യാൻ തുടങ്ങി. ജിസ്റ്റോയുടെ സൺഡേ ഹോളിഡേയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ സിനിമ കഴിഞ്ഞപ്പോ അടുത്ത ഒരാളുടെ കയ്യിൽ ആരെ കൊടുക്കും, അല്ലെങ്കിൽ അടുത്ത ഒരാൾ ആരുണ്ട് ഈ ഫീൽ ഗുഡ് ടൈപ്പ് മൂവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കിയപ്പോൾ ഗിരീഷ് ഷെഡിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്കാരനെ തന്നെ ചൂസ് ചെയ്യുള്ളൂ ഞാൻ പറയുള്ളൂ. അമ്മാതിരി ലെവല് ഫിലിം മേക്കിംഗ് ആണ്. ഒരു ഫീൽ ഗുഡ് പടത്തിന് വേണ്ടി എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ പടത്തിന്. അടിപൊളി പടമാണ്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണുക എല്ലാവരും. ഓക്കെ.